ഹായ് ഫ്രണ്ട്സ്, ക്ലാസ് റൂം PSലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്ന ഭാഗത്ത് നിന്ന് 2021-23 വർഷത്തിൽ വിവിധ PSC എക്സാമുകൾക്ക് ചോദിച്ച 20ഓളം ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിയുന്നതും എക്സാം പോലെ ചെയ്തു നോക്കി അതിൻ്റെ സ്കോർ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. എ. ആശാകിരണം, ബി. ഹൃദ്യം, സി. ആർദ്രം, ഡി. ലൈഫ് മിഷൻ. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. ആൻസർ സി. ആർദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പ്രത്യാശ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? പ്രത്യാശ പദ്ധതിയെക്കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? 1. പ്രത്യാശ സ്കീം സാമ്പത്തികമായി ദരിദ്രരായ മാതാപിതാക്കളെ അവരുടെ പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാൻ സഹായിക്കുന്നു. 2. പ്രത്യാശ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള യോഗ്യതാ മാനദണ്ഡം 18 വയസ്സിൽ മുകളിലായിരിക്കണം. 3. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 60,000 രൂപയിൽ താഴെയായിരിക്കണം. ഓപ്ഷൻ 1ഉം 2ഉം മാത്രം. ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. ഡി മുകളിൽ പറഞ്ഞവയല്ല. പ്രത്യാശ പദ്ധതിയെക്കുറിച്ച് തന്നിരിക്കുന്ന സൂചനകൾ വെച്ച് ആൻസർ കണ്ടെത്താനാണ്. ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. പ്രത്യാശ സ്കീം സാമ്പത്തികമായി ദരിദ്രരായ മാതാപിതാക്കളെ അവരുടെ പെൺമക്കളെ വിവാഹം കഴിപ്പിക്കാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 60,000 രൂപയിൽ താഴെയായിരിക്കണം. 18 വയസ്സ് എന്നുള്ള മാനദണ്ഡം പ്രത്യാശ പദ്ധതിയിൽ പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സർക്കാർ ആരംഭിച്ച ആർദ്രം മിഷന്റെ പ്രധാന സവിശേഷതയല്ലാത്തത്? എ. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വരെ പുനർനിർമ്മാണം. ബി. ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ. സി. പിന്നാക്ക ഗോത്ര വിഭാഗങ്ങൾക്ക് അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക. ഡി. താലൂക്ക് ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ. താഴെ പറഞ്ഞവയിൽ ഏതാണ് കേരള സർക്കാർ ആരംഭിച്ച ആർദ്രം മിഷന്റെ പ്രധാന സവിശേഷത അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി. താലൂക്ക് ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ. ഇതാണ് ആർദ്രം മിഷന്റെ സവിശേഷത അല്ലാത്തത്. കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ബ്രാക്കറ്റിൽ 18 വയസ്സിൽ താഴെയുള്ളവർ, കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് എ. ആരോഗ്യകരണം, ബി. അമൃതം, സി. ആർദ്രം, ഡി. അശ്വമേധം. കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതി. ആൻസർ ഓപ്ഷൻ എ. ആരോഗ്യകിരണം. അടുത്ത ക്വസ്റ്റ്യൻ, പൂർണ്ണ ശയ്യ അവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏത്? എ. താലോലം, ബി. ആശ്വാസകിരണം, സി. സാന്ത്വനം, ഡി. ആയുർദളം. പൂർണ്ണ ശയ്യ അവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരള ആരോഗ്യക്ഷേമ പദ്ധതി ഏത്? കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ആശ്വാസകിരണം. ആൻസർ ആശ്വാസകിരണം, ബി. ആശ്വാസകിരണം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏത്? കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. ഓപ്ഷൻ എ. സാന്ത്വനം, ബി. ശുഭയാത്ര, സി. ആയുർദളം, ഡി. മൃതസഞ്ജീവനി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി. മൃതസഞ്ജീവനി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. 1. സ്നേഹപൂർവം, 2. സ്നേഹസ്പർശം, 3. സ്നേഹസാന്ത്വനം. സ്നേഹപൂർവം, സ്നേഹസ്പർശം, സ്നേഹസാന്ത്വനം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതിലാണ് എന്ന് കണ്ടെത്തുക. എ. 1ഉം 2ഉം മാത്രം, ബി. 2ഉം 3ഉം മാത്രം, സി. 1ഉം 3ഉം മാത്രം, ഡി. 1ഉം 2ഉം 3ഉം ഇവയല്ല.
ആൻസർ ഓപ്ഷൻ സി 1 ഉം 3 മാത്രം. സ്നേഹപൂർവവും സ്നേഹസാന്ത്വനവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത് അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്ന്. 1 നയനാമൃതം, 2 പാദസ്പർശം, 3 ആർദ്രം, 4 സിറാസ് SIRAS സിറാസ്. ആൻസർ 1 ഉം 2 ഉം 4 ഉം. ഓപ്ഷൻ സി 1 ഉം 2 ഉം 4 ഉം. നയനാമൃതം, പാദസ്പർശം, സിറാസ് ഇവയാണ് അമൃതം ആരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരുന്നത്. ആർദ്രം പദ്ധതി അതിൽ പെടുന്നതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിൻ്റെ ഏതു മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എ സുഭിക്ഷ കേരളം പദ്ധതി, ബി നവകേരള കർമ്മ പദ്ധതി, സി വിശപ്പ് രഹിത കേരളം പദ്ധതി, ഡി വയോമിത്രം പദ്ധതി. ലൈഫ് മിഷൻ ഭവന പദ്ധതി കേരള സർക്കാരിൻ്റെ ഏതു മുഖ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി നവകേരളം കർമ്മ പദ്ധതി. നവകേരളം കർമ്മ പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതി. മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതി ഏത്? എ ആശ്വാസകിരണം, ബി സ്നേഹപൂർവം, സി താലോലം, ഡി ശ്രുതിതാരകം. എ ആശ്വാസകിരണം, ബി സ്നേഹപൂർവം, സി താലോലം, ഡി ശ്രുതിതാരകം. ആൻസർ ബി സ്നേഹപൂർവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് എ ഓപ്പറേഷൻ വാത്സല്യ, ബി നിർഭയ, സി ഓപ്പറേഷൻ വിജയ്, ഡി പിങ്ക് പോലീസ്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച അല്ലെങ്കിൽ രൂപീകരിച്ച പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ വാത്സല്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? എ ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം, ബി അപകട പരിചരണം, സി പ്രസവ പരിചരണം, ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ എ ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാന്ത്വന പരിചരണം നൽകുന്നു. എ ഗർഭിണിയായ സ്ത്രീകൾക്ക്, ബി കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്, സി നവജാത ശിശുവിന്, ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. സാന്ത്വന പരിചരണം നൽകുന്നു. എ ഗർഭിണിയായ സ്ത്രീക്ക്, ബി കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്, സി നവജാത ശിശുവിന്, ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല. ആൻസർ ബി കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1 മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനം. 2 വയോജനങ്ങളെ പകൽ സമയങ്ങളിൽ പരിപാലിക്കുന്ന കേന്ദ്രം. 3 വൃദ്ധരും അംഗപരിമിതരുമായ നിരാലംബരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം. 4 വികലാംഗരെ സംരക്ഷിക്കുന്ന കേന്ദ്രം. ഓപ്ഷൻ എ 1, 4 എന്നിവ. ഓപ്ഷൻ ബി 3 മാത്രം. ഓപ്ഷൻ സി 1 മാത്രം. ഓപ്ഷൻ ഡി 2ഉം 3 എന്നിവ. ആൻസർ സി 1 മാത്രം. മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ് ആശാഭവൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സർക്കാരിൻ്റെ ആർദ്രം പദ്ധതിയെപ്പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക, ബി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുക, സി രോഗി സൗഹൃദ ആശുപത്രിയാക്കുക, ഡി മാതൃശിശു സേവനങ്ങൾ ലഭ്യമാക്കുക.
അപ്പോൾ ആർദ്രം പദ്ധതിയെപ്പറ്റി തെറ്റായ പ്രസ്താവന ഇതിലേതെന്ന് വെച്ചാൽ ഓപ്ഷൻ എ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക. ആൻസർ എ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക. ഇത് ആർദ്രം പദ്ധതിയിൽ പെടുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി. ബി, അന്യ സംസ്ഥാനക്കാരായ താമസക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതി. സി, മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന NGOകൾക്ക് ഗ്രാന്റ് അനുവദിക്കുന്ന പദ്ധതി. ഓപ്ഷൻ ഡി, കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതി. അപ്പം മന്ദഹാസം പദ്ധതി ആൻസർ ഡി, കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? എ, ഉദിഷ, ബി, പ്രഗതി, സി, പരിരക്ഷ, ഡി, സാക്ഷം. ആൻസർ സി, പരിരക്ഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എ, ഉഷസ്, ബി, ചീസ് പ്ലസ്, സി, സുകൃതം, ഡി, സ്നേഹപൂർവം. ആൻസർ ഡി, സ്നേഹപൂർവം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. എ, അനുയാത്ര, ബി, ആർദ്രം, സി, സുകൃതം, ഡി, താലോലം. ആൻസർ എ, അനുയാത്ര.